അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു മാസത്തിലധികമായിട്ടുണ്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഒരു മാസമൊക്കെ നാട്ടിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഓരോ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സമയക്കുറവുകൊണ്ടാണ് ഇത്രയും വൈകിയത്. പിന്നെ യൂട്യൂബ് വീഡിയോ എടുക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ, ഇതിനായിട്ട് തന്നെ സമയം കണ്ടെത്തണം. ഇടയ്ക്കൊക്കെ ഷോർട്സുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിന് പിന്നെ അധികം മെനക്കെടൊന്നുമില്ല. ലോങ് വീഡിയോ ഇടണമെങ്കിൽ നമുക്ക് വോയിസ് കൊടുക്കാനാണെങ്കിലും അത് എഡിറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ സമയം വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. അപ്പോൾ അതിൻ്റെ കുറവ് വൈറ്റി സ്റ്റുഡിയോ ചെക്ക് ചെയ്തപ്പോൾ കാണാനുണ്ട്. നമുക്ക് അത്യാവശ്യം വാച്ചിങ് ഹവേഴ്സ് ഇങ്ങനെ ആയി വരികയായിരുന്നു. അപ്പോൾ ഈ ഒരു മാസം ഇടാത്തതിൻ്റെ പേരിൽ തന്നെ അത് കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു നിരാശയാണ്. ഇനി എന്താ വേണ്ടിയെന്നൊക്കെ ഒന്ന് ചിന്തിക്കും. പിന്നെ ഇതിന് വീണ്ടും ഇത് തുടരാനും വീഡിയോ ഇടാനൊക്കെ നമുക്കൊരു മനസ്സിൽ ഇൻട്രസ്റ്റ് വരുന്നത്, നമ്മളെ പുറത്തൊക്കെ ഇറങ്ങിയാൽ നമ്മളറിയുന്നവരൊക്കെ വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ നന്നാവുന്നുണ്ട് ഇട്ടാൽ കാണാറുണ്ട്. അതുപോലെ റെസിപ്പി വീഡിയോ ട്രൈ ചെയ്ത് നോക്കി, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ് മനസ്സിന്. നമുക്ക് വീണ്ടും വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ എന്താ പറയുക, ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഒന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് ഫ്രണ്ടിൻ്റെ മോളെ കല്യാണം ഉണ്ട്. ഫസൽ തങ്ങൾ വാടാനപ്പള്ളിയാണ് ഫ്രണ്ടിൻ്റെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അന്തിക്കാട് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ ഞങ്ങൾ ട്രാവലറൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സുകളൊക്കെ കൂടിയിട്ട് ആണ്ട് പോകണം. 10:45 വണ്ടി വരും. അപ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയും അതുപോലെ തന്നെ മക്കൾ 2 പേരുണ്ട് ഇവിടെ. അവർക്ക് ഉച്ചക്കൽക്ക് ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ആദ്യം തന്നെ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ ഒരു കപ്പ് കോഫിയാണ് പതിവ്. അത് കുടിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പണിയുള്ളൂ. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഇഡലിയും ചട്നിയും ചമ്മന്തിയും ഉണ്ടാക്കാൻ പോവുകയാണ്. സാധാരണ ഇഡലി ഉണ്ടാക്കുമ്പോൾ സാമ്പാറും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി നമ്മൾ ഉച്ചക്കൽക്ക് എടുക്കാൻ പറ്റും. ഇന്ന് പിന്നെ ഉച്ചക്ക് ബിരിയാണി ആയതുകൊണ്ട് തന്നെ അത് ചിലവാകില്ല. അപ്പോൾ സാമ്പാറുണ്ട് ഒഴിവാക്കി. അപ്പോൾ ഇതാ ഇഡലിയും ചട്നിയും ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചായ കുടി കഴിഞ്ഞിട്ട് ഉച്ചക്കൽക്കുള്ള പരിപാടി നോക്കണം. 10:45 പരിപാടികളൊക്കെ കഴിക്കണം. ഇനി ട്രാവലർ വന്നു. ഞങ്ങളെല്ലാവരും ഓരോരുത്തരെ സ്ഥലത്തുനിന്ന് കയറിയിട്ട് മണ്ഡപത്തിലെത്തിയിട്ടുണ്ട്. അവിടെ അതാ ഇറങ്ങിയ വശം തന്നെ ജ്യൂസ് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അവിടുന്ന് വേണ്ടവർക്ക് അവിടെ നിന്ന് എടുത്ത് കുടിക്കാം. അപ്പുറത്ത് പോയിട്ട് കുടിക്കേണ്ടവർക്ക് അപ്പുറത്ത് പോയിട്ടും കുടിക്കാം. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ജ്യൂസ് കുടിക്കുന്നുണ്ട്. പല ഐറ്റംസ് ജ്യൂസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജ്യൂസ് കുടിച്ചിട്ട് പിന്നെ മണ്ഡപത്തിനുള്ളിൽ കയറിയിട്ട് ഫ്രണ്ടിനൊക്കെ കാണാം, പുതുമണിനൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഡൈനിങ് ഹാളിലേക്ക് വിട്ടു. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കുന്നിടത്ത് വന്നിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസ് ഭക്ഷണങ്ങളും ഉണ്ട്. നമുക്ക് വേണ്ടത് വാങ്ങിച്ചിട്ട് ഓരോരുത്തർക്ക് വേണ്ടത് വാങ്ങിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങളപ്പോൾ ഓരോരുത്തർക്ക് വേണ്ട ഫുഡൊക്കെ വാങ്ങിച്ച് ഓരോരുത്തർക്കുള്ള സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ചോക്ലേറ്റ്, അതുപോലെ തന്നെ ഐസ്ക്രീം, അലീസ, ഗുലാബ് ജാമുന്, അങ്ങനെ വേണ്ട ഐറ്റംസൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പിന്നെ കുറച്ച് തിരക്ക് കൂടുതലുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ കുട്ടികളെ ഒരു തിക്കും തിരക്ക് തന്നെ ആയിരിക്കും അവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മണ്ഡപത്തിനുള്ളിൽ കയറിയിട്ടുണ്ട്. ഫ്രണ്ടിനെ കാണണം, അതുപോലെ തന്നെ പുതുപണിനെ മണവാളിനൊക്കെ കാണണം. അപ്പോൾ അതിനായിട്ട് മണ്ഡപത്തിനുള്ളിൽ കയറി അവരൊക്കെ കാണലൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാ റാഹത്തായി. ഇനി ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്നതിൻ്റെ മുമ്പായിട്ട് 4 ഫ്ലേവറിലുള്ള ടീ ഉണ്ട് അവിടെ. അപ്പോൾ അതിൽ നിന്ന് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ടീ ഒക്കെ ഓരോരുത്തരും വാങ്ങി കുടിക്കുകയാണ്. അത് കഴിഞ്ഞതാ എല്ലാവരും ട്രാവലറിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഇനി ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ റാഹത്തായിട്ട് ഓരോരുത്തരുടെ സ്ഥലത്തൊക്കെ ഇറങ്ങി എല്ലാവരും വീട്ടിലെത്തി. അപ്പോൾ ഞാനിതാ വീട്ടിൽ വന്നിട്ട് അസംസ്കാരം കഴിഞ്ഞതിന് ശേഷം മുറ്റത്തേക്കൊന്ന് ഇറങ്ങിക്കുകയാണ്. ഇവിടുത്തെ മുറ്റത്തിൻ്റെ അവസ്ഥയാണ് കാണുന്നത്. നമ്മളൊരു ചെടി വെക്കാനുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിച്ചു. ഇവിടെ ഷീറ്റ് വർക്ക് കഴിഞ്ഞ് എൻ്റെ കുറച്ച് ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിച്ചതാണിത്. അപ്പോൾ അതിലേക്ക് ചെടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ നമ്മളെ ചെടിത്തോട്ടം കംപ്ലീറ്റ് വലിച്ചിട്ടു. ഈ ചട്ടികളിലൊക്കെ മണി പ്ലാന്റാണ്, പല ഒരു 6-7 തരം മണി പ്ലാന്റൊക്കെ വെച്ചേക്കായിരുന്നു. അപ്പോൾ അതിനൊക്കെ എല്ലാം അതിലുമ്പോൾ കുറച്ച് ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് ഇവിടെ സ്റ്റാൻഡുമ്മേ സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കി ഇനി മണി പ്ലാന്റൊക്കെ ഒന്ന് വൃത്തിയാക്കി മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് പുതിയ വിശേഷങ്ങളും റെസിപ്പി വീഡിയോയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനി എപ്പോഴും വരണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇനി കൂടുതൽ ലോങ് വീഡിയോ ഇടണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബായ്.